യെസ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് മോർണിംഗ്. തുടക്കത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോക ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. യെസ്, അപ്പോൾ ആ അതിഥിയിലേക്ക് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും ക്യാൻസറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു നിവൃത്തി, ഒരു നിവാരണം കൂടിയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ക്യാൻസർ രോഗ വിദഗ്ധൻ പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ആശുപത്രിയിലെ ഡോക്ടർ ഫവാസ് അലിയാണെന്ന് നമുക്കൊപ്പം ന്യൂസ് മോർണിംഗിൽ തത്സമയം ചേരുന്നത്. അദ്ദേഹത്തിലേക്ക് പോകാം. ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. ഡോക്ടർ, ക്യാൻസർ രോഗം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകരാശി എന്തിനെങ്കിലും പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അസുഖത്തിന് നമുക്ക് ക്യാൻസർ എന്ന് പറയാം. കാരണം ഒരുപാട് സംശയങ്ങളുണ്ട്, എത്ര തീർത്താലും തീരാത്ത സംശയങ്ങൾ, വലിയ പേടിയോടുകൂടെ ആളുകൾ സമീപിക്കുന്ന ഒരു രോഗമാണ്. ഇന്ന് വീണ്ടും ഫെബ്രുവരി 4 ഒരു ക്യാൻസർ രോഗ ദിനം കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു തീം തന്നെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അപ്പോൾ എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ ആളുകളുടെയും ക്യാൻസർ അനുഭവം അതെങ്ങനെയാണ് യുണീക്ക് ആവുന്നത്? ഇത് ചികിത്സയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക ഡോക്ടർ? ക്യാൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ ചികിത്സാ രീതികളുടെയും അതിൻ്റെ പാർശ്വഫലങ്ങൾ, പരിണാമ ഫലങ്ങൾ എല്ലാം എല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അതൊരു മോശം അസുഖമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് അത് എത്തിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എപ്പോഴും എത്താറുണ്ട്. ഇതിൽ നിന്ന് എപ്പോഴും നമ്മൾ മാറി ചിന്തിക്കുന്നവരാണ് ഒരു യഥാർത്ഥ പോരാളിയാകുന്നത്. അത് അവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ വർഷത്തെ തീം, അതായത് യുണൈറ്റഡ് ബൈ യുണീക്ക്. ഓരോ തരം ക്യാൻസറുകളും നമ്മൾ വിചാരിക്കുന്ന ക്യാൻസറും ഒരു കോമൺ ടേമാണ്, അതെല്ലാം എല്ലാ ക്യാൻസറുകളും ഒന്നാണ്. ഒരിക്കലുമല്ല. ഓരോരുത്തർക്കും വരുന്ന ക്യാൻസറുകൾ, ഓരോ അവയവങ്ങളിൽ വരുന്ന ക്യാൻസർ എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്ക് വരുന്ന ക്യാൻസറും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവരുടെ ഒരൊറ്റ കഥയേ ഉള്ളൂ, അതിജീവനത്തിൻ്റെ കഥ. ആ അതിജീവനത്തിൻ്റെ കഥയിൽ അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു. ഇതാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ക്യാൻസർ എന്ന രീതിയിൽ നമ്മൾ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ക്യാൻസർ ഒരാൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ വ്യത്യസ്തമായ ചികിത്സയിൽ ഓരോരുത്തർക്കും വേണ്ടിയുള്ള പ്രത്യേക ചികിത്സകൾ നമ്മൾ ഇന്ന് തുന്നിയെടുക്കേണ്ടതിരിക്കുന്നു. ആ കാര്യമാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. അത് നമ്മൾ കൂടുതൽ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ തന്നെ ആ ആളുടെ സാമൂഹ്യ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എപ്പോഴും കാണാതിരിക്കരുത്. ഓരോരുത്തരും വരുന്നത് ഓരോ വീടുകളിൽ നിന്നാണ്. അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ്. അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മൾ എപ്പോഴും അവരെ ഒരു ക്യാൻസർ രോഗിയെ കാണുന്നത് അനുകമ്പയോടെയാണ്. പക്ഷെ അവർക്ക് വേണ്ട നമ്മുടെ അനുകമ്പയേക്കാൾ കൂടുതൽ നമ്മുടെ സപ്പോർട്ടും, നമ്മുടെ രീതിയിൽ ഏതൊക്കെ കഴിയിൽ നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അറിവുകളാണ്. അതായത് നമുക്ക് പലപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ചിലപ്പോൾ മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടായിരിക്കും അവർക്ക് വേണ്ടിയിരുന്നത്, ചിലപ്പോൾ അവരുടെ മക്കളുടെ കാര്യത്തിലുള്ള അവരുടെ ആകുലതകൾ അകറ്റലായിരിക്കാം. എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിന് പൂർണ്ണമായൊരു രോഗിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അത് എപ്പോഴും ഒരു രോഗിയിൽ നിന്ന് വേറെ രോഗിയിലേക്ക് എപ്പോഴും വ്യത്യസ്തമാകും. ഞാനൊരിക്കലും അവരെ രോഗികളിൽ നിന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം ഫൈറ്റേഴ്സാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു ദിവസം ഒരു രാവിലെ അവർക്ക് വരുന്ന ഒരു ലക്ഷണം കൊണ്ട് അവരൊരു ജീവിതത്തിൻ്റെ വ്യത്യസ്ത രീതിയിലേക്ക് എത്തിച്ചേരുകയാണ്. ആ വ്യത്യസ്ത രീതിയിൽ നിന്ന് നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ സാധാരണ മനക്കെട്ടിയുള്ള ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല. എല്ലാവർക്കും നല്ല രീതിയിലുള്ള മനക്കെട്ടിയും അതിജീവനത്തിൻ്റെ കഥകൾ എന്നും പറയാനുണ്ടാകും. ആ കഥകളിൽ നിന്നാണ് നമ്മൾ ഒരു ഫൈറ്റർ ഉടലെടുക്കുന്നത്.